قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞുപോയ രാപ്പകലുകൾ അതിൽ വന്ന കുറ്റങ്ങളും കുറവുകളുമൊക്കെ നികത്തി വരുന്ന രാപ്പകലുകൾ കൂടുതൽ ഫലപ്രദമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ തുണക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മൾ ഈ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചത് അക്രമത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും ആത്മഹത്യയുടെയും മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെയും അതിലുള്ള മുസ്ലിം ചെറുപ്പക്കാരുടെ വർധനവിൻ്റെയും വർഗീയതയുടെയും വംശീയതയുടെയും വിദ്വേഷ വാക്കുകളും അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളുമൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോഴും നമ്മളതൊക്കെ വീണ്ടും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ലാത്തതാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ തർപ്പായ വച്ച് മൂടിയിട്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ മാത്രം ഏതാണ്ട് 60ഓളം പള്ളികൾ പ്ലാസ്റ്റിക് തർപ്പായ കൊണ്ട് മൂടിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഷാഹി മസ്ജിദ് നിലകൊള്ളുന്ന സംബലിൽ നിരവധി പള്ളികൾ മൂടിയിട്ടിരിക്കുന്നു. ഷാഹി മസ്ജിദ് തന്നെ മൂടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കവാടം അടച്ചിരിക്കുകയാണ്. കരുതൽ തടങ്കൽ എന്നുള്ള നിലക്ക് 1020 പേരെ അവിടെ തടങ്കലിൽ വച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ 52 മദ്രസകൾ ഇതിനകം അടച്ചു കഴിഞ്ഞു. മദ്രസ ബോർഡിൽ രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് 52 മദ്രസകളാണ് അടച്ചുപൂട്ടിയത്. അയോധ്യയിൽ ജുമാ നമസ്കാരം ഇന്ന് 2 മണിക്ക് ശേഷമേ പാടുള്ളൂ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ മതേതര ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളൊക്കെ വലിയ പ്രതീക്ഷകളൊക്കെ പല കാര്യത്തിലും വെച്ചു പുലർത്തിയെങ്കിലും വഞ്ചി തിരുനക്കര തന്നെയാണ് എന്നുള്ള സമീപനമാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സമീപനം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ദുഃഖകരമായ വാർത്തകളാണ്, ഖേദകരമായ വ്യസനകരമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് റമദാനിലേക്ക് പ്രവേശിച്ചതും റമദാനിലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിനിടയിൽ കേരളത്തിൽ വളരെ സന്തോഷകരമായ ഒരു സംഭവം എന്ന് പറയാവുന്നത് എന്നെനിക്ക് തോന്നിയ ഒരു കാര്യം കേരളത്തിൽ നടന്ന ഇഫ്താർ സംഗമങ്ങളാണ്. കേരളത്തിൽ മുഖ്യമായും നിരവധി ഇഫ്താർ സൗഹൃദ സംഗമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പ്രധാനമായും 3 ഇഫ്താർ സംഗമങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുൻകൈയെടുത്ത് നടത്തിയ ഒരു സൗഹൃദ ഇഫ്താർ സംഗമമാണ്. ആ ഇഫ്താർ സംഗമത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളുടെയും പ്രാതിനിധ്യം ആ ഇഫ്താർ സംഗമത്തിലുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് സംഘടനകളുമൊക്കെ ആ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് നടത്തിയ ഇഫ്താർ സംഗമമാണ്. ആ സംഗമത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനകത്തും മിക്കവാറും എല്ലാ സംഘടനകളും പങ്കെടുത്തിരുന്നു. മറ്റൊന്ന്, മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പ് നടത്തിയ ഇഫ്താർ സംഗമമാണ്. അതിനകത്തും പാണക്കാട് ശിഹാബ് തങ്ങൾ പങ്കെടുത്തിരുന്നു, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. ഒരുപക്ഷെ കേരളത്തിൽ ഇതിന് മുമ്പെങ്ങും ഇല്ലാത്ത ഒന്നാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിൻ്റെയും ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മുൻപ് കേരളത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ സന്തോഷകരമാണ്. ഈ വാർത്തകൾക്കിടയിലും കേരളത്തിൽ അത് നടന്നു എന്നത് വിശ്വാസി സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് സന്തോഷിക്കാൻ വക നൽകുന്നതാണ്. സാദിഖ് അലി തങ്ങൾ പങ്കെടുത്തതിൽ പല കേന്ദ്രങ്ങളിലുമൊക്കെ മുറുമുറുപ്പുണ്ടെങ്കിലും മുസ്ലിം സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ ഗ്രാവിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാകുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും, അയാൾ ഏത് സംഘടനക്കാരനാണെങ്കിലും അയാൾ ഈ മുറുമുറുപ്പിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാനേ സാധ്യതയുള്ളൂ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഇഫ്താർ സംഗമത്തിന് നേതൃത്വം കൊടുക്കാത്തത്. യഥാർത്ഥത്തിൽ സമസ്ത ഒന്ന് മനസ്സുവച്ചാൽ ഇതുപോലുള്ളൊരു സൗഹൃദ സംഗമം നടത്തിയാൽ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു കാൽവെപ്പായിരിക്കും. അത് കേരളീയ മുസ്ലിം സമൂഹത്തിന് ഒരു നവോന്മേഷം നൽകുന്ന ഒരു പണിയായിരിക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരത്തിലൊരു സംഗമം നടത്തുകയും എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മാറേണ്ട സന്ദർഭങ്ങളിൽ മാറേണ്ടതുണ്ട്. മുൻപ് തങ്ങൾ ചെയ്തില്ല എന്നതൊന്നും ഇന്ന് ചെയ്യാതിരിക്കാൻ ന്യായമാകുന്നില്ല. ഞങ്ങൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി ഇവരെ വിളിച്ചു കൂട്ടിയൊന്നും സംഘടിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന സമീപന രീതി ശരിയല്ല. കാരണം ചലിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിൻ്റെ തേട്ടത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന, കാലഘട്ടത്തിൽ ചലിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇസ്ലാമിക സംഘടനയുടെയും ബാധ്യത എന്ന് പറയുന്നത്. ഞങ്ങൾ മുമ്പ് ചെയ്തില്ല എന്നത് ഒരു ന്യായമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്ക മുക്കറമ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഇന്നിപ്പോൾ നമ്മൾ കഅബയിൽ ചെന്ന് കഴിഞ്ഞാൽ, മക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ലോകത്ത് ഏത് ഭാഗത്ത് നിന്ന് ഏത് മദ്ഹബിൻ്റെ ആളുകൾ, ഏത് സംഘടനയുടെ ആളുകൾ വന്നാലും അവരെല്ലാവരും ഒറ്റ ഇമാമിൻ്റെ പുറകിൽ നിന്നാണ് മക്ക മുക്കറമയിൽ നമസ്കരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചെന്നാലും, മുജാഹിദുകാരൻ ചെന്നാലും, സലഫി ചെന്നാലും, ഷിയ ചെന്നാലും, സുന്നി ചെന്നാലും, അതുപോലെ തന്നെ ഷാഫി മദ്ഹബുകാരൻ ചെന്നാലും, അനഫി മദ്ഹബുകാരൻ ചെന്നാലും, ഹംബലി മദ്ഹബുകാരൻ ചെന്നാലും, മാലിക്കി മദ്ഹബുകാരൻ ചെന്നാലും, അങ്ങനെ ഏത് മദ്ഹബിൽപ്പെട്ട ആൾ ചെന്നാലും അവിടെ നിർത്തിയിട്ടുള്ള ഇമാമിൻ്റെ പുറകിൽ നിന്നാണ് നമസ്കരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1926 മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, വെറും ഒരു നൂറ്റാണ്ടിന് മുൻപ് നിങ്ങൾക്ക് മക്കയുടെ ആ ഒരു ചിത്രം, കഅബ ഷരീഫിൻ്റെ ഒരു ചിത്രം കിട്ടുമെങ്കിൽ നിങ്ങളതൊന്ന് എടുത്തു നോക്കിയാൽ
നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ആ കഅബ ഷരീഫിൻ്റെ ചുറ്റുവട്ടത്തും ചില നിർമ്മിതികൾ നമുക്ക് കാണാം, ചില മക്കാമാത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ മക്കാമാത്തുകൾ, ആ നിർമ്മിതികൾ എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒരു വശത്തുള്ള നിർമ്മിതി ഷാഫി മദ്ഹബിൻ്റേതാണെങ്കിൽ മറ്റൊരു വശത്തുള്ള നിർമ്മിതി ഹനഫി മദ്ഹബിൻ്റേതാണ്, വേറൊരു വശത്തുള്ള നിർമ്മിതി ഹംബലി മദ്ഹബിൻ്റേതാണ്, മറ്റൊരു വശത്തുള്ള നിർമ്മിതി മാലിക്കി മദ്ഹബിൻ്റേതാണ്. ഇതെന്തിനാണ് ഇങ്ങനെ നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ വരുന്ന ആളുകൾ, ഷാഫി മദ്ഹബിൻ്റെ ആളുകൾ ആ ഷാഫി മദ്ഹബിൻ്റെ ഇമാമ് നിൽക്കുന്നിടത്താണ് നിന്ന് നമസ്കരിക്കുക. ഹനഫി മദ്ഹബിൻ്റെ ആളുകൾ അവർക്ക് തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അവരുടെ ഇമാമിൻ്റെ കീഴിലാണ് നമസ്കരിക്കുക. അങ്ങനെ പലതരം നമസ്കാരങ്ങളാണ് എവിടെ നടന്നത്? മക്കയിൽ കഅബ ഷരീഫിൻ്റെ ചുറ്റുവട്ടത്തും നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1926 വരെ, 1926 ശേഷമാണ് അതൊക്കെ മാറ്റി ഇന്ന് കാണുന്ന മനോഹരമായ രൂപത്തിലേക്ക് അത് മാറിയത്. അപ്പോൾ മാറേണ്ടത് മാറണം, മാറ്റേണ്ടത് മാറ്റണം, അതാണ് ചെയ്യേണ്ടത്. അല്ല ഞങ്ങൾ ഇനി ഇങ്ങനെ ഒന്നും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഞങ്ങളെ ഒട്ട് ആരും വിളിക്കുകയും വേണ്ട, വിളിച്ചാലോട്ട് ഞങ്ങൾ വരേമില്ല എന്ന നിലപാടാണ് സമസ്തയെ പോലെയുള്ള ആധികാരിക സംഘടനകൾ പുലർത്തുന്നതെങ്കിൽ അത് കേരളീയ സമൂഹത്തോട്, മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത അതിശക്തമായി ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ വല്ലാണ്ട് തിടം വച്ച് വരുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന സമീപനം ഒരു ശരിയായ സമീപനമല്ല. മാറേണ്ടതുണ്ടെങ്കിൽ നമ്മൾ മാറേണ്ടതുണ്ടല്ലോ. ഇപ്പം ഇത് പറ്റില്ല എന്ന് പറയുന്നത് എന്തിനാണ്? ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികളുണ്ട്. നമ്മളൊരു സങ്കുചിതമായ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കി കണ്ടാൽ പോരാ. ഇതിനൊന്നും സന്നദ്ധമല്ല. സമസ്തയെക്കുറിച്ച് മാത്രമല്ല, എല്ലാ മുസ്ലിം സംഘടനകളും ആ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഇത് പറ്റില്ല, ഞങ്ങളങ്ങനെ ഒന്നിച്ചിരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ തയ്യാറാകും. എന്തിന്? മതസൗഹാർദ്ദ സംഗമത്തിൽ. മതസൗഹാർദ്ദ സംഗമത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ടാകും, അവർക്കും താല്പര്യമുണ്ട്. മുജാഹിദിനും ഉണ്ടാകും, അവർക്കും താല്പര്യമുണ്ട്. ഈ പറയുന്ന ഞങ്ങൾ നടത്തൂല എന്ന് പറയുന്ന സമസ്തക്കും ഉണ്ടാവും, അവർക്കും താല്പര്യമുണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ പറയുന്ന കാര്യം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. മതസൗഹാർദ്ദത്തിന് ഒന്നിച്ചിരിക്കാൻ എല്ലാ സംഘടനക്കാരും സന്നദ്ധമാണ്. അഭിപ്രായ ഭിന്നതയാണല്ലോ ഈ ഒന്നിച്ചിരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ആശയപരമായ ഭിന്നതയാണല്ലോ ഒന്നിച്ചിരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. എന്നാൽ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ സന്നദ്ധമാണ്. സ്റ്റേജിൽ കയറിയിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വാചാലമാകാൻ അവർക്ക് 100 നാവാണുള്ളത്. എല്ലാവർക്കും താല്പര്യമുണ്ട്, ഇത് ആവശ്യമാണ്, അനിവാര്യമാണ്, കാലഘട്ടത്തിൻ്റെ തേട്ടമാണ് എന്നൊക്കെ നിന്ന് മനോഹരമായി സംസാരിക്കും. മറ്റ് ഇസ്ലാമിനകത്തുള്ള ബാക്കി സംഘടനകളെ വിളിച്ചു ചേർക്കാത്തതിൻ്റെ കാരണം ആശയപരമായ ഭിന്നതയാണ്. എന്താണ് പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. എന്നീ മതസൗഹാർദ്ദത്തിൻ്റെ വിഷയത്തിൽ എന്താണ് ആശയപരമായ ഭിന്നതയാണുള്ളത്? മതസൗഹാർദ്ദത്തിൻ്റെ വിഷയം ആദർശപരമായ ഭിന്നതയല്ലേ? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു മതത്തിൻ്റെ ആളുകളും ക്രിസ്തു മതത്തിൻ്റെ ആളുകളും ഇസ്ലാം മതത്തിൻ്റെ ആളുകളും കൂടി ഒന്നിച്ചിരിക്കുന്നതാണ്. ഈ ക്രിസ്തു മതവും ഹിന്ദു മതവും ഇസ്ലാം മതവും തമ്മിൽ ആശയപരമായ ഭിന്നതയാണോ ഉള്ളത്? അല്ല, അതിനേക്കാൾ തീവ്രതയുള്ള ആദർശപരമായ ഭിന്നതയാണുള്ളത്. ദൈവസങ്കല്പം വ്യത്യസ്തമാണ്, പുനർജന്മസങ്കല്പം വ്യത്യസ്തമാണ്, വേദസങ്കല്പം വ്യത്യസ്തമാണ്, പ്രവാചക സങ്കല്പം വ്യത്യസ്തമാണ്, ആരാധനകൾ വിഭിന്നമാണ്. ഇതൊക്കെ അജഗജാന്തരമുണ്ട് ഇതൊക്കെ തമ്മിൽ. ഏകദൈവത്വം, ബഹുദൈവത്വം, ത്രിത്വം, ഇതൊക്കെയാണ് മതസങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ആശയപരം എന്നതിനപ്പുറം ആദർശപരമായി തന്നെ ഭിന്നത പുലർത്തുന്ന ആളുകളുടെ കൂടെ നമുക്ക് ഒന്നിച്ചിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊന്ന് നന്നായി ചിന്തിക്കണം. ആദർശപരമായി ഭിന്നതയുള്ള ആളുകളുടെ ഒപ്പം നമുക്ക് ഒന്നിച്ചിരിക്കാം മതസൗഹാർദ്ദം എന്നും പറഞ്ഞ്. അത് കാലഘട്ടത്തിൻ്റെ തേട്ടമാണ് എന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് വാചാലമാകുന്നു. എന്നാൽ ആദർശപരമായി വേറെ ഭിന്നതകളൊന്നുമില്ല. ആശയപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. അവർക്ക് തമ്മിൽ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ആദർശപരമായി ഭിന്നതയുള്ള മതസൗഹാർദ്ദത്തിന് എന്ത് ന്യായമാണോ ഉള്ളത്, അതേ ന്യായം ഇവിടെയുമില്ലേ? ആദർശപരമായി ഭിന്നതയുള്ള ശിർക്കിനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്?
ഷിർക്കിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അലീം. ഷിർക്ക് അത് വല്ലാത്ത ഗുരുതരമായ പാപമാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാം. വലാ തുശ്രികു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത്, പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് അല്ലാത്തതെല്ലാം അള്ളാഹ് പുറത്തു തരും, ഷിർക്ക് മാത്രം അള്ളാഹ് പുറത്തു തരൂല. അത്രയും ഗുരുതരമായ പാപമാണ് ഷിർക്ക്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആര് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്. ഷിർക്ക് വൻ പാപമാണ്. ഷിർക്കല്ലാത്തതെല്ലാം ഞാൻ പുറത്തു തരും. ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅവാഹു നാർ, അവന് സ്വർഗം ഹറാമാക്കപ്പെട്ടിരിക്കുകയാണ്, അവൻ്റെ സങ്കേതം നരകമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഷിർക്കുൾക്കൊള്ളുന്ന സമൂഹങ്ങൾ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒന്നിച്ചിരിക്കാം. എന്നാൽ ഒരേ ദൈവസങ്കല്പം, ഒരേ പ്രവാചക സങ്കല്പം, ഒരേ മതസങ്കല്പം, ഒരേ നിസ്കാരം, ഒരേ നോമ്പ്, ഒരേ ഹജ്ജ്, ഒരേ കിബില, ഒരേ പ്രവാചകൻ, ഒരേ മലക്കുകൾ, അതിന് പുറമെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ തമ്മിൽ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നോക്കിയ ലോജിക്കലാവോ? അത് ലോജിക്കലാവോ? ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇഫ് യു ടേക്ക് എ സ്റ്റാൻഡ് ഫോർ എ റീസൺ, എവറിത്തിങ് ദാറ്റ് ഹാസ് ദ സെയിം റീസൺ മസ്റ്റ് ബി ടേക്കൻ സെയിം പൊസിഷൻ, അല്ലെങ്കിൽ സെയിം സ്റ്റാൻഡ്. ഇഫ് യു ടേക്ക് എ സ്റ്റാൻഡ് ഫോർ എ റീസൺ, ഒരു കാരണം കൊണ്ട് നമ്മളൊരു നിലപാടെടുക്കുന്നു, ഒരു കാരണം കൊണ്ട് നമ്മളൊരു നിലപാടെടുക്കുന്നു, എവറിത്തിങ് ദാറ്റ് ഹാസ് ദ സെയിം റീസൺ, എങ്കിൽ അതേ റീസൺ വരുന്ന എല്ലാ കാര്യത്തിലും അതേ നിലപാട് തന്നെ നമ്മൾ എടുക്കണം. ഇതാണ് അദിൽ, ഇതാണ് നീതി, ഇതാണ് ഇന്റലക്ച്വലി ഹോണസ്റ്റ് എന്ന് പറയുന്നത്, ബുദ്ധിപരമായ സത്യസന്ധത എന്ന് പറയുന്നത്. ഒരു സന്ദർഭത്തിൽ ഒരു കാരണം കൊണ്ട് ഞാനൊരു നിലപാടെടുക്കുന്നു എങ്കിൽ അതേ സന്ദർഭത്തിൽ അതേ കാരണങ്ങൾ വരുമ്പോൾ അതേ നിലപാട് തന്നെ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു കാരണത്തിന് ഇവിടെ ഒരു നിലപാട്, അതേ കാരണം ഇവിടെ വരുമ്പോൾ വേറൊരു നിലപാടെന്ന് പറഞ്ഞാൽ അത് നീതിയല്ലല്ലോ, അത് നീതിയാവില്ലല്ലോ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഊന്നിപ്പറഞ്ഞ നീതി അതിലല്ലല്ലോ. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇത് പറ്റില്ല എന്ന് പറഞ്ഞവരോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം അതാണ്. ആദർശപരമായ ഭിന്നതയുള്ള ആളുകളുമായി ഒന്നിച്ചിരിക്കാം, വെറും ആശയപരമായ അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളുമായിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നീതിയല്ല. സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരിയിൽ നടക്കുകയാണ്, 2026. അത് നടക്കുന്നത് കാസർഗോഡ് കുനിയ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഈ കുനിയ എന്ന് പറയുന്ന സമ്മേളനം നടക്കുന്ന ആ ഗ്രാമത്തിലെ, ഈ സമ്മേളനം നടക്കുന്ന പ്രദേശത്തെ മുഴുവനായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ 24-ാം തീയതി, കഴിഞ്ഞ മാസം 24-ാം തീയതി സുപ്രഭാതം ഓൺലൈൻ യൂട്യൂബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സമ്മേളനം നടക്കാൻ പോകുന്ന നഗരിയെ ഇപ്പോൾ കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്, അതിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം അതിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആ അവതാരകൻ പറയുന്നൊരു കാര്യമുണ്ട്. ആ നഗരിയെ പരിചയപ്പെടുത്താൻ തുടക്കം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആയി നമ്മൾ ഈ ഭാഗത്തെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആർച്ചുണ്ട്. ഈ ആർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആർച്ച് ഒരു പള്ളിയിലേക്കും ഒരു അമ്പലത്തിലേക്കുമുള്ള പൊതു കവാടമാണ്. അമ്പലത്തിലേക്കും പള്ളിയിലേക്കുമുള്ള പൊതു കവാടമാണ്. ബിലാൽ മസ്ജിദ് എന്ന് പറയുന്ന ജുമാ മസ്ജിദിലേക്കും അതുപോലെ തന്നെ ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും ഉള്ള കവാടം പൊതുവാണ്. ഇടതുവശത്ത് ആ ആർച്ചിൽ നോക്കിയാൽ നമുക്ക് കാണാം, വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്, നോക്കിയാൽ കാണാം, ഇടതുവശത്ത് ഓം എന്ന ചിഹ്നത്തോടുകൂടി ശ്രീ ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആർച്ചിൻ്റെ പകുതിയിൽ നിന്ന് ഇടത്തോട്ട് കാണാം. വലത്തോട്ട് കാണാം ബിലാൽ മസ്ജിദ് കുനിയ, ഒരു നിലാവ് നക്ഷത്രം അതും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നിൽക്കുകയാണ്. എന്നിട്ട് സുപ്രഭാതത്തിൻ്റെ ആള് പറയുന്നത്,
ഗോപുരവും കുബ്ബയും ഒരേ കവാടത്തിൽ ആലേഖനം ചെയ്തുകൊണ്ടാണ് മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഈ നാട് ചേർത്തു പിടിക്കുന്നത്. ഇത് നർമ്മം കലർത്തി എന്ന് പറഞ്ഞാൽ, ഇത് നർമ്മം കലർത്തി പറയുകയാണെങ്കിൽ ആ ആർച്ചിന്റെ ഒരു തൂണ് തൗഹീദിലാണ് നിൽക്കുന്നത്, ആ ആർച്ചിന്റെ മറ്റേ തൂണ് ശിർക്കിലുമാണ് ഊന്നി നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ, ആ ആർച്ചിന്റെ ഒരു തൂണ് തൗഹീദിന്റെ തൂണാണ്, മറ്റേ തൂണ് ശിർക്കിന്റെ തൂണാണ്. ആ ആർച്ചിനെ താങ്ങി നിർത്തുന്നത് ഈ രണ്ട് തൂണുകളാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലെല്ലാം ഒരു മാർബിൾ ഫലകത്തിൽ, കറുത്ത മാർബിൾ ഫലകത്തിൽ അതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ആ ആർച്ച് ഉദ്ഘാടനം ചെയ്തത് കുനിയ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഖാദർ ബാഖവി നദ്വിയാണ്. അദ്ദേഹവും ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര രക്ഷാധികാരി കുഞ്ഞിരാമൻ ഉരുളംകൊടിയത്താർ എന്ന് പറയുന്ന ആളും കൂടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. ഈ 2021 അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഞാൻ പറയുന്നത്, ഞാനത് മോശമാണെന്നോ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഭിന്നിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ട്. എന്നാൽ ഒരേ ആദർശം ഉൾക്കൊള്ളുന്ന, ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബു സലാത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. മൻ സ്വല്ല സ്വലാത്തന വസ്തഖബ ഖിബ്ലതന വാകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം. മൻ സ്വല്ല സ്വലാത്തന, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുകയും, വസ്തഖബല ഖിബ്ലതന, ഞാൻ ഏത് കിബിലയിലേക്കാണോ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത് ആ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുകയും, നാം അറുത്തത് തിന്നുകയും ചെയ്യും, ഫദാലിക്കൽ മുസ്ലിം, അവരൊക്കെ മുസ്ലിങ്ങളാണ്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണം അവർക്കുണ്ടാകും എന്ന് പറഞ്ഞ ഒരു വിശാലമായ ക്യാൻവാസിൽ നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ ഈ വക കാര്യങ്ങളെയൊക്കെ? എന്തുകൊണ്ട് കണ്ടുകൂടാ? ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതല്ലേ? സംഘടനകൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സംഘടനകൾ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ സംഘടനകളൊക്കെ പിരിച്ചുവിട്ടിട്ട് എല്ലാവരും കൂടി ഐക്യപ്പെടുന്നത് ഇവിടെ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റില്ല. മുസ്ലിം സമൂഹം അതിശക്തമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ, അല്ലെ അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഈ കാലത്തൊരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ന്യായത്തിന്റെ പേരിൽ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുമ്പോൾ അതേ ന്യായത്തിന്റെ പേരിൽ അതേ സ്റ്റാൻഡ് നമ്മൾ എടുക്കണം. കാരണത്തിന്റെ പേരിൽ ആ സ്റ്റാൻഡ് എടുക്കണം. ഇവിടെ നമുക്കത് എടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത് നീതിപൂർവമല്ല. നമുക്ക് ന്യായമല്ല പ്രശ്നം, നമ്മുടെ പ്രശ്നം വിരോധമാണ്, വിദ്വേഷമാണ്. ന്യായമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എല്ലായിടത്തും ഉണ്ടാവണം. നമ്മൾ വ്യക്തിതലത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടാകണം. വ്യക്തിതലത്തിലെടുത്താലും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ സമൂഹത്തിൽ കുറെ ഉള്ളത്. അവർ വ്യക്തി എന്നുള്ള നിലക്ക് നോക്കി കാണുമ്പോഴും ഇങ്ങനെ തന്നെ നോക്കി കാണണം. അപ്പൊ നീതിയാണ് നമ്മുടെ മുൻപിൽ, അല്ലാതെ നമ്മുടെ മുൻപിൽ സംഘടനാ വിരോധമല്ല ഉണ്ടാകേണ്ടത്. സംഘടന ഒന്നും പിരിച്ചുവിടലിൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് കൂടുതൽ തിടം വെച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നത് എന്താണ്? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണ്? ഇവിടെ കേരള നേതൃത്വ മുജാഹിദീൻ പറയുന്നത് എന്താണ്? ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഈ സംഘടനാപരമായ പക്ഷപാതിത്വവും സംഘടനാപരമായ വിരോധവും നമുക്ക് ഒരുപാട് പൊറുതികേട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. സത്യം പറയലും സത്യം അറിയിക്കലും അല്ല പലരുടെയും ആവശ്യം. വിരോധവും വിദ്വേഷവും വിളമ്പലാണ് പലർക്കും ആവശ്യം. അപ്പോൾ ഈ സംഘടനകളൊക്കെ എന്താണ് പറയുന്നത്? ഈ സംഘടനകളൊക്കെ പറയുന്നത്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, അല്ലെങ്കിൽ മുജാഹിദ് പറയുന്നത്, അല്ലെങ്കിൽ സമസ്ത പറയുന്നത്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം തരും, നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നാണോ പറയുന്നത്? ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം തരും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നാണോ പറയുന്നത് ഈ സംഘടനകൾ? അല്ലല്ലോ. അതല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങളെയാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിധി കൽപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വിധി പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം.
എന്നാണോ ഇവർ പറയുന്നത്? അല്ലല്ലോ. ഇവരെന്താ പറയുന്നത്? നാളെ പരലോകത്ത് അള്ളാഹു വിധി കൽപ്പിക്കും, അള്ളാഹു പ്രതിഫലം തരും, അള്ളാഹു സ്വർഗം തരും എന്നല്ലേ പറയണത്. അങ്ങനെയാണെങ്കിൽ ആ അള്ളാഹു ആരാ? അലൈസല്ലാഹു ബിഹക്കമിൽ ഹക്കിമീൻ. വിധി കൽപ്പിക്കാൻ ഏറ്റവും നല്ല വിധികർത്താവാണ് അള്ളാഹു. ആ അള്ളാഹുവിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ആ അള്ളാഹുവിന് നന്നായി അറിയാലോ സുന്നത്ത് എന്താ, ബിദഅത്ത് എന്താ, ശിർക്ക് എന്താ, കുഫർ എന്താ, തൗഹീദ് എന്താ, ശരി എന്താ, തെറ്റെന്താ, നീതി എന്താ, അനീതി എന്താ എന്നൊക്കെ നന്നായി പടച്ച തമ്പുരാൻ അറിയാലോ. പിന്നെ നമ്മൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? നമുക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരോഗ്യകരമായി നമ്മൾ ആളുകളോട് പറയുക. അള്ളാഹു അങ്ങേയറ്റത്തെ നീതിമാനാണ് എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നു വിശ്വസിക്കുന്നതും. അവൻ ഒരാളോടും അനീതി കാണിക്കില്ല എന്ന് അള്ളാഹു ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു എല്ലാം അറിയും. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ മറച്ചു വെച്ചതും അള്ളാഹു അറിയുന്നതാണല്ലോ അള്ളാഹിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ പറയുന്നത് അയാൾ പുറത്തോട്ട് പറയുന്നതല്ല അയാളുടെ മനസ്സിലിരിപ്പ്. പുറത്ത് വല്ല നന്മ പോലെ ഇങ്ങനെ അവതരിപ്പിക്കും, പക്ഷെ ഉള്ളിലിരിപ്പ് വേറെയാണെങ്കിൽ അതും അള്ളാഹ് അറിയുമെന്നാണ് പറയുന്നത്. നമ്മൾ വിധികർത്താവായാൽ നമുക്കത് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു അള്ളാഹിനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീത്താ. അള്ളാഹു പറഞ്ഞു സൂറത്ത് നിസായിൽ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു വലയം ചെയ്തിരിക്കുകയാണ്. ഓമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. സൂറത്തുൽ ബഖറ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവർ മറ്റൊരാളോട് മന്ത്രിക്കുന്നതല്ല, അവർ അവരോട് തന്നെ മന്ത്രിക്കുന്നത് അറിയുന്നവനാണ് അള്ളാഹു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവരുടെ കണ്ടനാടിയേക്കാൾ അടുത്താണ് ഞാനുള്ളത്. നാം അവരുടെ കണ്ടനാടിയേക്കാൾ ഇങ്ങനെയുള്ളവർ അള്ളാഹുവിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? അള്ളാഹ് വിധി കൽപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വിചാരിച്ചാണോ ഞാൻ പറയുന്നത്? അല്ല, അതെൻ്റെ സത്യബോധ്യമാണ്. എപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരിക്കലും കോണിയെപ്പോലെ നിൽക്കരുത്. കോണി എവിടെയെങ്കിലും ചാരിയാലേ നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അള്ളാഹ് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ബുദ്ധി കൊടുക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഒരു നിയമവും ബാധകവുമല്ല. അതിൻ്റെ പേരിൽ നാളെ പടച്ചാമ്പുരാൻ ആരെയും പിടിക്കുകയുമില്ല. അപ്പം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതാണ് നമ്മുടെ സത്യബോധ്യം എന്ന് പറയുന്നത്. നമ്മുടെ സത്യബോധ്യം നമ്മൾ ആളുകളോട് പറയുക, പ്രതിപക്ഷ ബഹുമാനത്തോട് പറയുക. നമുക്കതിനകത്ത് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പറയുക. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ അത് തള്ളിക്കളഞ്ഞോട്ടെ. നമ്മൾ എന്തിനു അസ്വസ്ഥപ്പെടണം? നമ്മളല്ലല്ലോ വിധി കൽപ്പിക്കുന്നത്. സ്വർഗം നമ്മുടേതല്ലല്ലോ. നമ്മൾക്ക് ഒരു പങ്കുമില്ലല്ലോ. പരലോകത്ത് ഒരാൾക്ക് സ്വർഗം കൊടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പങ്കിട്ടാ? ഒരു പങ്കുമില്ല. പടച്ച തമ്പുരാനാണ് കൊടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നാളെ പടച്ച തമ്പുരാൻ സ്വർഗം കൊടുത്തു എന്നതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്? സംഘടനാപരമായ വർത്തമാനങ്ങൾ പറയുമ്പോൾ, സംഘടനാപരമായി സൗഹൃദത്തിന്റെ പേരിൽ ഒന്നിച്ചിരിക്കുന്ന കാര്യം പറയുമ്പോൾ എന്തിനാണ് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒന്നാം തരം സത്യനിഷേധത്തെക്കുറിച്ച് പോലും അള്ളാഹ് പറഞ്ഞത് എന്താണ്? സാധാരണഗതിയിൽ ജുമാക്ക് നാം കേൾക്കാറുള്ള ഒരു ആയത്ത് സൂറത്തില്ലേ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഇതെന്തിനെ കുറിച്ചാണെന്നറിയാമോ? പ്രവാചകന്മാർ ആളുകൾക്ക് പ്രബോധനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹ് പറയുന്നത്. മുഹമ്മദ് നബിയോടാണ് അള്ളാഹ് പറയുന്നത്, ഫദക്കിർ നബിയെ താങ്കൾക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ സത്യബോധ്യം താങ്കൾ ആളുകളോട് പറയുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. താങ്കളെ അങ്ങനെ പറയാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ആൾ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഒരു പ്രഷറും അവരുടെ മേൽ ചെലുത്തരുത് ഇത് അംഗീകരിക്കാൻ. അതിൻ്റെ ആവശ്യമില്ല. ഇല്ലാ മൻ തവല്ലാ വകഫർ. താങ്കൾ ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് ഇല്ലാ മൻ തവല്ലാ വകഫർ, അവർ പിന്തിരിഞ്ഞു കളയുകയും അവർ നിഷേധിക്കുകയുമാണെങ്കിൽ
ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും. ഇന്ന ഇലൈന ഇയ്യാബഹും, അവർ തിരിച്ചു വരേണ്ടത് എന്നിലേക്കാണ്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അവരെ വിചാരണ ചെയ്യേണ്ട ബാധ്യതയും എൻ്റേതാണ്. സത്യനിഷേധത്തിന്റെ കാര്യത്തിൽ പോലും അള്ളാഹ് എടുക്കുന്ന നിലപാട് ഇതാണ്. സത്യനിഷേധം, കുഫ്ർ, ശിർക്ക്, ജാഹിലിയത്ത്, അതിൻ്റെ കാര്യത്തിൽ പോലും അള്ളാഹിന്റെ നിലപാട് എന്താണ്? നിങ്ങൾ പറഞ്ഞാൽ മതി, വിധി കൽപ്പിക്കണതൊക്കെ പടച്ചാൻ പുരാനാണ്. പക്ഷെ നമ്മുടെ സമീപനം അങ്ങനെയല്ല. വിധി കൽപ്പിക്കണവും നമ്മൾ തന്നെയാണ് എന്ന തോന്നലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. ലാ യദുറുക്കും മൻ ലല്ല ഇദാ ഇഹ്തദൈതും ഇലാ മർജിഉക്കും ജമീഅൻ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ അവരുടെ വഴികേട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും സൃഷ്ടിക്കില്ല. ലാ യദുറുക്കും മൻ ലല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വഴികേട് നിങ്ങളെ അല്പം പോലും ബാധിക്കില്ല. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? ഇലാ മർജിഉക്കും ജമീഅൻ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ വരേണ്ടത് എന്നിലേക്കാണ് തിരിച്ച്. അപ്പോൾ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഫയുനബ്ബിഉക്കും, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും എന്നാണ് അല്ലാഹ് പറയുന്നത്. ഇവിടെ വെച്ച് നിങ്ങൾ തീരുമാനമാക്കിക്കോ, എന്നിട്ട് ഒരേ നോമ്പ് പിടിച്ചിട്ട് ഒന്നിച്ചിരിക്കാൻ പോയി നിങ്ങൾ സന്നദ്ധാവണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനമാക്കിക്കോ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. സത്യനിഷേധത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും അല്ലാഹ് എന്താ പറഞ്ഞത്? മർജിഉക്കും ഇലാ റബ്ബിക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നിലേക്ക് നിങ്ങൾ വരും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഇപ്പൊ നിങ്ങൾ അതിന്റെ പേരിൽ കടിപിടി കൂടേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ സ്വീകരിച്ചു പോയിക്കോ. ഈ ഒരു സമീപനമാണ് അള്ളാഹുവിൻ്റെത്. വിശുദ്ധ ഖുർആനിന്റെ നമ്മളുടെ മാർഗദർശന ഗ്രന്ഥം, നമ്മളുടെ വഴികാട്ടി എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ ഗ്രന്ഥമല്ലേ? വിശുദ്ധ വേദഗ്രന്ഥമാണ് ഇതൊക്കെ പറയുന്നത്. വിശുദ്ധ വേദഗ്രന്ഥമാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ ഈ പരിശുദ്ധ റമദാനിൽ ഈ നോമ്പുകളൊക്കെ അനുഷ്ഠിച്ചിട്ടും നമുക്കൊരു മനസ്സ് നമ്മുടെ വിശാലമാകുന്നില്ല? മനസ്സിപ്പോഴും നമ്മുടെ സങ്കുചിതമായി കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? അല്ലാഹു അല്ലാത്ത 33 കോടി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നമിക്കുകയും പ്രണമിക്കുകയും ചെയ്യുന്ന ആളെ എനിക്ക് ഉൾക്കൊള്ളാം, അയാളെ എനിക്ക് ചേർത്തിരുത്തി അയാൾക്ക് ഭക്ഷണം കൊടുക്കാം, അയാളോട് സൗഹൃദ സംഭാഷണം നടത്താം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അതേ ദൈവസങ്കല്പം വിശ്വസിക്കുന്നവൻ മുജാഹിദുകാരനായി പോയി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനായി പോയി, അല്ലെങ്കിൽ തബ്ലീഗുകാരനായി പോയി, അല്ലെങ്കിൽ സമസ്തക്കാരനായി പോയി എന്നതിൻ്റെ പേരിൽ ഞാൻ അവനുമായി അകലം പാലിക്കും എന്ന് പറയുന്നത് എത്രത്തോളം നീതിയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹു നിങ്ങൾക്കെല്ലാം ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, ഒന്ന് ആലോചിക്കുക. സംഘടനയൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ കെട്ട കാലത്ത് നമ്മളും നമ്മുടെ മക്കളെയും ഏതെങ്കിലുമൊക്കെ സംഘടനകളുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്നതാണ് നല്ലത്. കാരണം വഴിതെറ്റി സഞ്ചരിക്കാൻ ധാരാളം സാധ്യതകൾ ഉള്ളപ്പോൾ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഏതെങ്കിലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന സംഘടനയോട് ഓരം പറ്റി ചേർന്ന് നിന്ന് പോകുന്നതാണ് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലത്. പക്ഷേ അങ്ങോട്ട് കടക്കുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവുന്ന പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷകരമായി തോന്നിയത് ആ ഇഫ്താർ സംഗമങ്ങളാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം അതാ. അതിനകത്ത് അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി ഇല്ലാത്ത ആളുകളെയും കൂടി ചേർത്ത് നിർത്തി, ഇല്ലാത്ത ആളുകളും കൂടി ഇങ്ങനെയുള്ള ഇതുവരെ നടത്താത്ത ആളുകളും കൂടി ഇത്തരം പരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചില കണക്കുകൾ നമ്മൾ പറയേണ്ടി വരും. ഞാൻ പറയേണ്ടി വരുമെന്ന് പറയാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞതാണ്. ഈ പറഞ്ഞ ആളുകളെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. അതൊക്കെ നമ്മൾ മതസൗഹാർദ്ദത്തിൻ്റെ കൊടിയടയാളങ്ങളായിട്ട് നമ്മൾ അതിനൊക്കെ അവതരിപ്പിക്കും. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന അതേ കിബില, ഞാൻ ചെയ്യുന്ന അതേ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ എല്ലാം ചെയ്യുന്ന ആളാണ്. അത് അയാൾ ഏതൊരു സംഘടനയിലായി പോയതിൻ്റെ പേരിൽ ആവാം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഇഫ്താർ സംഘം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന എല്ലാം സാദിഖ് അലി തങ്ങൾ അംഗീകരിച്ചു എന്നാണോ?
അതിനകത്ത് മുജാഹിദ് സംഘടന ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ ആശയങ്ങളും മുജാഹിദൊക്കെ അംഗീകരിച്ചു എന്നാണോ? മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പ് വിളിച്ചു ചേർത്ത പിന്നെ ഇഫ്താർ സംഗമത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? മുജാഹിദ് പറഞ്ഞൊക്കെ അവർ അംഗീകരിച്ചു. ഇനി മേലിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കൂല, അല്ലെങ്കിൽ മുജാഹിദിനെ വിമർശിക്കൂല, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങൾ ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യത്തെയും വിമർശിക്കൂല എന്ന് വല്ലതുമാണോ? നമ്മൾ വിമർശിക്കാം, നമുക്ക് നിരൂപണം ചെയ്യാം. ആരോഗ്യകരമായി ഏതൊരു പ്രസ്ഥാനത്തിന്റെ ഏതൊരു കാഴ്ചപ്പാടിനെയും നമ്മൾ നിരൂപണം ചെയ്യും, നമ്മൾ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ വളർച്ചയുടെ ഒരു മാനദണ്ഡം. പക്ഷെ നീതിപൂർവമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ, ജനാധിപത്യ മര്യാദയോടുകൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ഖുർആൻ. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഖുർആനിൽ അങ്ങനെയുണ്ട്, നബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് അങ്ങനെ ചെയ്യാത്തത്, ഇങ്ങനെ ചെയ്യാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറയുന്ന ആ ചോദ്യം ചോദിക്കുന്നതിനും ഖുർആൻ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതിനും പ്രവാചകൻ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംസ്കാരം പ്രവാചകന്റെ വേണ്ട, ആ പറഞ്ഞ കാര്യം മാത്രം മതി എന്ന് പറയുന്ന എന്ത് സംസ്കാരമാണ്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഐക്യപ്പെട്ട് ഒന്നിച്ചൊറ്റക്കെട്ടായി സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മനസ്സ് വിശാലമാക്കുക. നമ്മൾ സ്വർഗം കൊടുക്കുന്നത് പടച്ചവനല്ലേ? എന്തിനാണ്? അവൻ പറയുന്നത് ശരിയാണ്, അവനും സ്വർഗം കൊടുത്ത്. നാളെ പടച്ചവൻ പരലോകത്തിൽ ചെല്ലുമ്പോൾ പറയണേ, നീ പറഞ്ഞതും ശരിയാണ്, അതുകൊണ്ട് നിനക്കെന്താ സ്വർഗം, അവൻ പറഞ്ഞത് ശരിയാണ്, ആ നിനക്കും സ്വർഗം. നമുക്കെന്താ പ്രശ്നം? നമുക്കെന്താ കൊണ്ടുള്ള ബുദ്ധിമുട്ട്? ഇവിടെ തബ്ലീഗുകാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദനും ബഹുമാനപ്പെട്ട സമസ്തക്കാർക്കും ഒക്കെ സ്വർഗം കൊടുത്തു. നമുക്കെന്താ പ്രശ്നം? നമുക്കെന്താ പ്രശ്നം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അറിയാം നമുക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ആ പ്രശ്നമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്, വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ നമുക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.